എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2024 ഡിസംബർ മാസം മേടം രാശിക്കാർക്ക് എപ്രകാരം എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം എന്നിവ ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് മേടം രാശിയിലുള്ളത്. ഇവർക്ക് ഡിസംബർ മാസത്തെ ഫലം എങ്ങനെയെന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഇവരുടെ പൊതുവിലുള്ള സമയം ഒന്ന് പരിശോധിക്കാം. മേടം രാശിക്കാർ 2024 ഏപ്രിൽ മാസത്തിന് മുൻപ് പിറകിലേക്കൊരു 4 വർഷത്തോളം അല്പം ബുദ്ധിമുട്ടേറിയ ഘട്ടത്തിൽ കൂടെ കടന്നു പോകുന്ന രാശിക്കാരാണ്. കാരണം കണ്ടകശനി ദോഷം, അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ 12ാം രാശിയിലേക്കും 1ാം രാശിയിലേക്കുള്ള ഗോചരാലുള്ള സഞ്ചാരങ്ങളൊക്കെ ഇവരെ പ്രതികൂലമായി ബാധിച്ചിരിക്കാം. എന്നിരുന്നാൽ തന്നെ ഈ 2024 ഏപ്രിലോടുകൂടിയാണ് അവർക്കൊരു ആശ്വാസമായത്. അതായത് 2020 മുതൽക്ക് കോവിഡ് ഔട്ട് ബ്രേക്ക് മുതൽക്ക് തുടങ്ങിയ ആ സമയം മുതൽക്ക് ഒരു 2.5 വർഷത്തെ കാലത്തേക്ക് ഇവർക്ക് കണ്ടകശനിയായിരുന്നു. 10ാം രാശി കണ്ടകശനി. ജന്മരാശിയിൽ നിന്ന് 4, 7, 10 എന്നീ കേന്ദ്രങ്ങളിൽ ശനി സഞ്ചരിക്കുന്നതിന് കണ്ടകശനി എന്ന് പറയും. അത് 4 സഞ്ചരിക്കുമ്പോൾ മാതൃദുരിതങ്ങൾ, കുടുംബത്ത് ബന്ധുദുരിതങ്ങൾ ഉണ്ടാവുക. 7 സഞ്ചരിക്കുമ്പോൾ ഭാര്യയ്ക്കും ജീവിത പങ്കാളിക്കോ ഭർത്താവിനൊക്കെ ദുരിതങ്ങൾ ഉണ്ടാവുക. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ദുരിതങ്ങൾ ഉണ്ടാവുക. 10 സഞ്ചരിക്കുമ്പോൾ അവനവന് തന്നെ ദുരിതങ്ങൾ ഉണ്ടാവുകയാണ് അതിൻ്റെ ഫലങ്ങൾ. അപ്പോൾ ഇവർക്ക് 10ലായിരുന്നു കണ്ടകശനി. അപ്പോൾ 2020 മുതൽ 2023 ജനുവരി വരെയുള്ള 2.5 വർഷക്കാലം പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, തൊഴിലിൽ ബുദ്ധിമുട്ടൊക്കെ വന്നു കാണാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് തന്നെ വ്യാഴവും കൂടി ഇവർക്ക് ഗോചരാൽ 12, 1 എന്നീ ഭാവങ്ങളിൽ കൂടെ പകർന്നതുകൊണ്ട് 12ാം രാശിയിലാണ് അവർക്ക് പകരുന്നത്. അപ്പോൾ ആ 12ാം രാശിയിൽ വ്യാഴം പകരുന്ന ഒരു 2022 മുതൽ 2023 വരെയുള്ള ഒരു കാലഘട്ടം അവർക്ക് വളരെ രൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം. വലിയ ചിലവുകൾ 2022 ഏപ്രിൽ മുതൽ 2023 ജനുവരി വരെയുള്ള ഒരു 8 മാസക്കാലം, 8-9 മാസക്കാലം വളരെ രീതിയിലുള്ള ചിലവുകൾ, മാനസിക ബുദ്ധിമുട്ട്, വീഴ്ചയിൽ നിന്ന് മുറിവ്, അങ്ങനെയൊക്കെയുള്ള മോശം ഫലങ്ങളൊക്കെ ഇവർക്ക് നേരിടാം. കാരണം കണ്ടകശനിയും വ്യാഴം 12ൽ ഒപ്പം വന്നതാണ് അതിൻ്റെ കാരണം. അപ്പോൾ അങ്ങനെയുള്ള രൂക്ഷമായ കാലഘട്ടങ്ങളും അതിനുശേഷം 2023 ഏപ്രിലായപ്പോൾ ജന്മവ്യാഴം ആരംഭിച്ചു. അപ്പോൾ അവർക്ക് ശനിയുടെ മാറ്റം 2023 ആദ്യം മുതൽ തന്നെ ഒരു ആശ്വാസത്തിലേക്ക് ഒരു കടന്നു. അതിൻ്റെ കാരണം ശനി അവരുടെ രാജയോഗ സ്ഥാനമായ 11ാം ഭാവത്തിലേക്ക് പകർന്നു. അപ്പോൾ ഇവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ, സ്ഥലം വാങ്ങിച്ച് പുതിയ സ്ഥലത്തേക്ക് മാറാൻ വേണ്ടി താമസം മാറാനുള്ള കാര്യങ്ങൾക്ക് ധാരണയാവുക, സ്ഥലം വാങ്ങിക്കാൻ കഴിയുക, വീട് വാങ്ങിക്കാൻ കഴിയുക, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുന്നതിനെ പറ്റി ധാരണയാവുക, ഫ്ലാറ്റ് വാങ്ങിക്കുന്നതിന് അഡ്വാൻസ് കൊടുക്കാൻ കഴിയുക, അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ 2023 വരും. അതിൻ്റെ കാരണം ശനി രാജയോഗമായ 11ാം ഭാവത്തിലേക്ക് പോകുന്നതുകൊണ്ടാണ്. അങ്ങനെ നല്ല രീതിയിലൊരു പാർപ്പിടം സ്വന്തമായിട്ട് വരുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ഒരു മാറ്റമൊക്കെ 2023 ഈ പറഞ്ഞ രാശിയിലുള്ള ആൾക്കാർക്ക്, മേടം രാശിക്കാർക്ക് വന്നു കാണും. അങ്ങനെ 2023 ചെറിയ മാറ്റമുണ്ടെങ്കിൽ പോലും അത്ര സുഖകരമല്ലാത്ത അവസ്ഥയിൽ കൂടെ തന്നെയാണ് അവർ പോയിരിക്കുന്നത് ഈ വർഷം ഏപ്രിൽ വരെ. പക്ഷേ ഈ വർഷം ഏപ്രിലോടുകൂടി അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റം എല്ലാ രംഗത്തും വന്നു. അതിൻ്റെ കാരണം വ്യാഴം ധനസ്ഥാനമായ 2ാം ഭാവത്തിലേക്ക് പകർന്നു. അതോടൊപ്പം തന്നെ 11ലെ ശനി എന്ന രാജയോഗ സ്ഥിതി ശനി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഏപ്രിലോട്ട് വളരെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ അവർക്ക് വന്നു. അവരുടെ മുഖത്തിന് പ്രസാദം ഉണ്ടാവുക, മാനസിക സന്തോഷം, കുടുംബത്തിലും വീട്ടിലും സമൂഹത്തിലും സുഹൃത്തുക്കളുടെയൊക്കെ അവർ അംഗീകരിക്കപ്പെടുക, അവർക്കൊരു സ്ഥാനം കിട്ടുക, അവർക്കൊരു മതിപ്പുണ്ടാവുക മറ്റുള്ളവരുടെ ഇടയിൽ, അങ്ങനെയൊക്കെയുള്ള നല്ല രീതിയിലുള്ള വളരെ നല്ല ഫലങ്ങൾ, ചിരകാല അഭിലാഷങ്ങൾ പൂവണി എന്ന് വരെ പറയാവുന്ന രീതിയിലുള്ള സമയത്തിലൂടെയാണ് ഏപ്രിൽ അവസാനം മുതൽക്ക്, അല്ലെങ്കിൽ ഒരുപക്ഷെ ചിലർക്ക് ഏപ്രിൽ ആദ്യം മുതൽ അനുഭവത്തിൽ വന്നു കാണാം മേടം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. എന്നിരുന്നാൽ തന്നെ ഈ വർഷം ജൂലൈ ആദ്യത്തോടുകൂടി ശനി ഭഗവാൻ വക്രത്തിൽ പ്രവേശിക്കുമ്പോൾ സംഭവിക്കുന്നത് വീണ്ടും കണ്ടകശനിക്ക് സമാനമായ ഒരു അവസ്ഥയിലേക്ക് ഇവർ പോവുകയാണ്. അപ്പോൾ ജൂലൈയോടുകൂടി, അപ്പോൾ ഏപ്രിൽ, മെയ്, ജൂൺ എന്ന 3 മാസം മാത്രമേ ആ ഫലം നിർഭാഗ്യവശാൽ അവർക്ക് കിട്ടുന്നുള്ളൂ. അതിനുശേഷം ജൂലൈയോടുകൂടി വീണ്ടും ചെറിയ രീതിയിൽ അരിഷ്ടതകൾ വന്നു തുടങ്ങിയവർക്ക് ജൂലൈ മുതൽക്ക് അതങ്ങനെ തുടർന്നു. അത് ഒക്ടോബർ ആയപ്പോൾ വീണ്ടും അന്ന് വർദ്ധിച്ചു. അതിൻ്റെ കാരണം ശനിയുടെ വക്രത്തിന് പുറമെ വ്യാഴത്തിൻ്റെ വക്രവും പ്രതികൂലം തന്നെ ഇവർക്ക്. അപ്പോൾ ഈ രാശിക്കാർക്ക് 2 വക്രങ്ങളും പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കാലം നല്ലതാണെങ്കിൽ പോലും പ്രധാനപ്പെട്ട 2 ഗ്രഹങ്ങളായ ശനിയും വ്യാഴവും വക്രത്തിലായതുകൊണ്ട് മേടം രാശിക്കാർക്ക് പറയത്തക്ക ഒരു ആശ്വാസം 3 മാസം മാത്രമേ ലഭിച്ചുള്ളൂ. പിന്നീട് അങ്ങോട്ട് ക്രമാനുഗതമായിട്ട് ആ അസ്വസ്ഥതകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാൽ തന്നെ ഈ കഴിഞ്ഞ നവംബർ 15 വീണ്ടും ശനി നേർഗതിയിൽ വന്ന് രാജയോഗം ചെയ്യുന്ന
ആ 11ാം രാശിയിൽ നിൽക്കുന്നു. ഇപ്പോൾ സർവാഭീഷ്ട സ്ഥാനം, ലാഭസ്ഥാനമായ 11 നിൽക്കുന്നു എന്നൊരു സന്തോഷ വാർത്ത എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഈ മേടം രാശിക്കാരുടെ അല്ലെങ്കിൽ മേടക്കൂറുകാരുടെ 2024 ഡിസംബർ മാസത്തെ ഗ്രഹങ്ങളെ ഒന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ഗ്രഹസ്ഥിതി എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 2024 ഡിസംബർ പിറക്കുമ്പോൾ സൂര്യൻ വൃശ്ചിക മാസത്തിലും ധനുമാസത്തിലായിട്ടാണ് പകുതി വരുന്നത്. അപ്പോൾ 8ാം രാശിയിലും 9ാം രാശിയിലും സൂര്യൻ്റെ സ്ഥിതി, അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അഷ്ടമരാശിയിൽ സൂര്യൻ വരുന്നതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഡിസംബർ മാസം പകുതി, അതായത് ധനുമാസം പിറക്കുന്നവരെ ഇവർക്കുണ്ടാവും. ഇവരുടെ അഷ്ടമരാശി തന്നെ ബുധൻ വക്രത്തിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് ആശയവിനിമയ സംബന്ധമായിട്ടുള്ള കുഴപ്പങ്ങളും താമസങ്ങളും ഒക്കെ സാധ്യതയുണ്ട്. ബുധൻ കമ്മ്യൂണിക്കേഷൻ, ലോജിസ്റ്റിക്സ് അതുപോലെ അങ്ങനെയൊക്കെ ഉള്ള ഒരു കാരകത്തുള്ളത് കൊണ്ടിട്ട് ബുധൻ വിദ്യാകാരകനാണ്, ബുദ്ധികാരകനാണ്, വിജ്ഞാനകാരകനൊക്കെ അതുകൊണ്ടിട്ട് നമുക്ക് ആശയവിനിമയമൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കാം. അപ്പോൾ ആശയവിനിമയത്തിലുള്ള കുറച്ച് തകരാറൊക്കെ വരാനുള്ള സാധ്യത അവർക്കുണ്ട് ഈ മാസത്തിൽ. ശുക്രൻ 10ാം രാശിയിൽ നിൽക്കുന്നത് കൊണ്ടിട്ട് ഇവരുടെ കർമ്മഭാവത്തിൽ ശുക്രൻ വരുന്നതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ തൊഴിൽ രംഗത്ത് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ മുൻകൂട്ടി അറിഞ്ഞിരിക്കുക. ഈ മാസത്തിൽ തൊഴിൽ രംഗത്ത് ചില മാറ്റങ്ങൾക്ക് സാധ്യതയുള്ള ഈ മേടൻ രാശിക്കാർക്ക്. അപ്പോൾ അത് എന്ത് തന്നെയായാലും നമ്മൾ ചിരിച്ച് രണ്ടും കൈ നീട്ടി സ്വീകരിക്കുക. എന്ത് തന്നെയായാലും ചെയ്യേണ്ടുന്ന കാര്യം ചിരിച്ചുകൊണ്ട് തന്നെ ചെയ്യുക എന്നൊരു ഡിപ്ലോമാറ്റിക്കായ നയപരമായ സമീപനമാണ് കൂടുതൽ നല്ലത്. മാറ്റം ഉണ്ടാകും സുനിശ്ചിതമാണ്. അപ്പോൾ ചെറിയ രീതിയിൽ ചിലപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് മാറ്റമോ തൊഴിലിലോ പ്രത്യേക ഏതെങ്കിലും തരത്തിലുള്ള റോളൊന്ന് മാറുകയൊക്കെ ആയിരിക്കാം. എന്തായാലും ലൊക്കേഷൻ മാറാൻ സാധ്യതയില്ല. ആ തൊഴിലുള്ള ചെറിയ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ചിരിച്ചുകൊണ്ട് തന്നെ ആ മാറ്റം സ്വാഗതം ചെയ്യുക, വളരെ നയപരമായ രീതിയിൽ പെരുമാറുക, ശ്രദ്ധിക്കുക മേടൻ രാശിക്കാർ. അപ്പോൾ അങ്ങനെ ചൊവ്വയുടെ 5ാം രാശിയിലുള്ള വക്രഗതി, അത് 5ാം തീയതി ഡിസംബർ 5ാം തീയതി ചൊവ്വ 5ാം രാശിയിൽ മേടത്തിൻ്റെ 4ാം രാശിയായ കർക്കിടകത്തിലെ വക്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ വക്രത്തിലേക്ക് പോകുന്നത് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ ചൊവ്വയുടെ വക്രം കൊണ്ട് ഇവർക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവരുടെ രാശിയാധിപൻ കൂടിയാണ് ചൊവ്വ, അതാണ് അങ്ങനെ വരുന്നത്. വ്യാഴത്തിൻ്റെ വക്രം ഇവർക്ക് വീണ്ടും അത്ര ഞാൻ പറഞ്ഞതുപോലെ ഒക്ടോബർ 9 തീയതി വ്യാഴം വക്രത്തിൽ പോയതിൻ്റെ ഫലം തുടരുന്നു. അത് ഫെബ്രുവരി 4 തീയതി ഉണ്ട്. ആ ഒരു സ്ഥിതി അവർക്ക് അനുകൂലമല്ല ഈ രാശിക്കാർക്ക്. രാഹുവും കേതുവും 12ാം രാശി നിൽക്കുന്ന രാഹുവും 6ാം രാശി നിൽക്കുന്ന കേതുവുമൊക്കെ ഇവർക്ക് കാര്യമായിട്ടുള്ളൊരു ഗുണങ്ങളെ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം വ്യാഴത്തിൻ്റെ വക്രം ചെയ്ത് ദോഷഫലം ചെയ്ത് നിൽക്കുന്ന വ്യാഴമാണ് കേതുവിനെ വീക്ഷിക്കുന്നത്. എന്നുകൊണ്ടാണ് വ്യാഴം നല്ല പൊസിഷനിലായിരുന്നുവെങ്കിൽ, നേർഗതിയിലായിരുന്നെങ്കിൽ ആ വീക്ഷണം ഇവർക്ക് ഗുണം ചെയ്തേനെ. വീക്ഷണം ഗുണം ചെയ്തിരുന്നു, പക്ഷേ ഇപ്പോൾ ആ വീക്ഷണം ഗുണം ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ എന്നിരുന്നതിന് എന്തൊക്കെ ഇങ്ങനെ ആണെങ്കിലും 11ാം ഭാവത്തിൽ രാജയോഗപ്രദനായ ശനി നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് കാര്യമായ ഒരു പ്രതിസന്ധികളിലേക്കും മേടം രാശിക്കാർ വീഴില്ല. എന്തു തന്നെ ആയിരുന്നാലും സ്ലോ മൂവിങ് ആയിട്ടുള്ള ഗ്രഹങ്ങളൊക്കെ പ്രതികൂല സ്ഥിതിയിലായതുകൊണ്ട് ഇവരുടെ മാനസികമായിട്ടുള്ള സമാധാനത്തെ ഇത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഇവർക്ക് പ്രാർത്ഥനയുടെ തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി നിർത്തി മുന്നോട്ട് പോകാം, ശനിയുടെ സ്ഥിതി അനുകൂലമായതുകൊണ്ട്. എങ്കിലും ഇവർക്കൊരു പേടിയും ടെൻഷനും ആവശ്യമില്ലാണ്ട് ഡെവലപ്പ് ചെയ്യാൻ സാധ്യത. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, സ്ലോ മൂവിങ് പ്ലാനറ്റ്സ് ആയിട്ടുള്ള സൂര്യൻ, ശുക്രൻ, ബുധൻ എന്നിവരുടെ സ്ഥിതിയാണ് ഇതിന് കാരണം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി അതിന് യോഗ, മെഡിറ്റേഷൻ എന്നീ മാർഗ്ഗങ്ങളിലൂടെ അതിനെ മറികടക്കാൻ വേണ്ടി നിങ്ങൾക്ക് അടിസ്ഥാനപരമായി യാതൊരു കുഴപ്പങ്ങളുമില്ല. ചെറിയ പ്ലാനറ്റ്സ് നിങ്ങളെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളതാണ് ശരി. അപ്പോൾ ഇത് മാറുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ വ്യാഴഭഗവാനെ പ്രാർത്ഥിക്കുക. വ്യാഴത്തിൻ്റെ വക്രം അനുകൂലമല്ലാത്തതുകൊണ്ട് വ്യാഴഭഗവാനെ ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക, ലോർഡ് ശ്രീകൃഷ്ണനെ പ്രാർത്ഥിക്കുക. വ്യാഴപ്രീതിക്കായിട്ട് വ്യാഴക്ഷേത്രങ്ങൾ, അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ, നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് വ്യാഴാഴ്ച പരിഹാരങ്ങൾ ചെയ്യുന്നത് പോലെ ശ്രീകൃഷ്ണന് വ്യാഴാഴ്ചകളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മുൻ വീഡിയോകളിൽ പറഞ്ഞതുപോലെ മഞ്ഞപ്പെട്ട് സമർപ്പിക്കുക, മഞ്ഞപുഷ്പങ്ങൾ, മഞ്ഞഫലങ്ങൾ എന്നിവ സമർപ്പിക്കുക, തുളസിമാല, താമരമാല എന്നിവയൊക്കെ വ്യാഴാഴ്ച ശ്രീകൃഷ്ണന് സമർപ്പിക്കുക, അല്ലെങ്കിൽ നവഗ്രഹ ക്ഷേത്രത്തിൽ വ്യാഴത്തിന് സമർപ്പിക്കുക എന്നിവയാണ് ഇതിൻ്റെ പരിഹാരമായി ചെയ്യേണ്ടത്. ഓം നമോ നാരായണായ നമഃ എന്ന അഷ്ടാക്ഷരി 108 തവണ ആ ദിവസം ജപിക്കുന്നതും ഇവർക്ക് ഇതിനുള്ള പരിഹാരമായിരിക്കും. അപ്പോൾ മേടൻ രാശിക്കാർക്ക് ഈ പ്രതിസന്ധികൾക്ക് നേരിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നൽകട്ടെ എന്നും, ഇത് ശരിക്കും പ്രതിസന്ധിയല്ല, ഒരു പ്രതിസന്ധി പോലെയുള്ളൊരു ഘട്ടമാണെന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കുക. അത് ചെറിയ പ്ലാനറ്റ്സിൻ്റെ മാറ്റമാണ് അതിന് കാരണം.
മുമ്പോട്ട് പോകാനുള്ള ധൈര്യവും ഈശ്വരൻ നൽകട്ടെ എന്നും അവരുടെ വരാനിരിക്കുന്ന ഫെബ്രുവരി മുതൽക്കൊരു സുവർണ്ണകാലം വീണ്ടും കാത്തിരിക്കുന്നു. ഒരു 3-4 മാസക്കാലം അത് അനുഭവിക്കാനുള്ള എല്ലാ ഭാഗ്യവും ഉണ്ടാവട്ടെ എന്നും ആശംസിക്കുന്നു. നിങ്ങൾ ഇനിയും പ്രശാന്തി ആസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇട്ട് ഷെയർ ചെയ്യുക. ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഒരിക്കൽ കൂടി മേഡം രാശിക്കാർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം.